ഒറ്റക്കെട്ടായിട്ടാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിനടിസ്ഥാനപരമായ സാഹചര്യം ഇവിടെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഗ്രൗണ്ടിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റ് എന്നുള്ളതിനായിരുന്നില്ല മുനിസിപ്പൽ കൗൺസിൽ യോഗം അനുമതി നൽകിയിരുന്നത്. മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൻ്റെ അകത്ത് അജണ്ടയിലും കൗൺസിൽ യോഗത്തിൻ്റെ തീരുമാനവും പ്രദർശന അനുമതിക്ക് മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ, സ്റ്റാളുകളുടെ പ്രദർശന അനുമതിക്ക് മാത്രമാണ് ഞങ്ങളെല്ലാവരും കൗൺസിൽ യോഗം അനുവാദം നൽകിയിരുന്നെങ്കിലും ചില ബന്ധപ്പെട്ട ആളുകൾ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന ഫെസ്റ്റ് ഇപ്പോൾ മേളയ്ക്ക് അനുമതി കൊടുത്തതിൻ്റെ പേരിൽ, എക്സിബിഷൻ നടത്താൻ ഒരു മേളയ്ക്ക് അനുമതി കൊടുത്തതിൻ്റെ പേരിൽ ആ മേള എന്നുള്ളത് ഫെസ്റ്റാക്കി മാറ്റുകയും അതിന് കൗൺസിലിൻ്റെ അനുവാദമില്ല, കൗൺസിലിൻ്റെ അനുവാദമില്ലാതെ അത് ഫെസ്റ്റാക്കി മാറ്റുകയും 7000 രൂപയും GSTക്കുമാണ് പ്രതിദിനം എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഫെസ്റ്റ് അരങ്ങേറിയിട്ടുള്ളത്. ഇതിന് മുൻകാലങ്ങളിൽ ഒരു ദിവസം 1 ലക്ഷം രൂപയോളം മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 90,000 രൂപയോളം നഷ്ടം ഈ മുനിസിപ്പാലിറ്റിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ നഷ്ടം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതേപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലിനെ നിരന്തരമായി ഇവിടുത്തെ ജീവനക്കാർ തെറ്റിദ്ധരിപ്പിക്കുക. സാധാരണഗതിയിൽ കൗൺസിലിനകത്തൊരു അജണ്ട വന്നാൽ സെക്രട്ടറിയുടെ ഒരു കുറിപ്പുണ്ടാവും, അത് പരിഗണിക്കാം എന്നുള്ള കുറിപ്പിൽ ഞങ്ങളാരും അങ്ങനെ അവിശ്വാസം രേഖപ്പെടുത്താറില്ല. പക്ഷേ ഇവിടെ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് സെക്രട്ടറി കൗൺസിലിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ടത്, ഇവിടെ ഫെസ്റ്റ് നടത്താൻ ആളുകൾ അപേക്ഷ നൽകിയിരുന്നു. അത് കെ സ്മാർട്ട് മുഖാന്തരം അപേക്ഷ നൽകിയതാണ്. ആ അപേക്ഷ മൂടി വെക്കുകയുണ്ടായി. ആ അപേക്ഷ കൗൺസിലിനകത്ത് അവതരിപ്പിച്ചില്ല. 2 ആളുകൾ മാത്രമാണ് എക്സിബിഷൻ നടത്താൻ വേണ്ടി കൊണ്ടുവന്നത് അപേക്ഷ നൽകിയത് എന്നതിൻ്റെ പേരിൽ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, മുനിസിപ്പൽ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് ഫെസ്റ്റിന് അപേക്ഷ നൽകിയ ആളുകളുടെ അപേക്ഷ കൗൺസിലിന്റെ മുന്നിൽ വരാതെ ആ ആളുകളുടെ അടുത്തുനിന്ന് സാമ്പത്തിക ക്രമക്കേട് ഇവിടെ ചില ആളുകൾ നടത്തിയിട്ടുണ്ട്. അതിനെതിരായി ഒറ്റക്കെട്ടായിട്ടാണ് മുനിസിപ്പൽ ഭരണസമിതി വിജിലൻസ് അന്വേഷണത്തിലേക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ജീവനക്കാർക്ക് നടപടി ഉണ്ടാവണം. മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സാമ്പത്തികം ഉണ്ടാവാൻ പാടില്ല. അത് ഇവരുടെ ഇന്ന് തിരിച്ചു പിടിക്കാനുള്ള അവസരം ഉണ്ടാവണം. ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇതെല്ലാം ചെയർമാൻ അറിയാം. ചെയർമാൻ ഇന്ന് കൗൺസിലിന്റെ അകത്ത് അജണ്ട പൂർത്തീകരിക്കാതെ ഒളിച്ചോടുക ചെയ്തത്. ഇങ്ങനെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരാൾ കട്ടപ്പന പോലെയുള്ള ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് ചെയർമാനായി ഇരിക്കാനുള്ള യോഗ്യതയില്ല. അദ്ദേഹം UDFന്റെയും കോൺഗ്രസിന്റെയും നേതാവാണ്. അദ്ദേഹം ഇരിക്കുന്ന ഭരണസമിതിക്കകത്ത് തന്നെ വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്ന് പറഞ്ഞാൽ അപമാനകരമാണ് കാര്യങ്ങൾ. അഴിമതിക്കകത്ത് അദ്ദേഹത്തിന് പങ്കുണ്ട്. അദ്ദേഹം ഈ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് 11 അംഗങ്ങളും ഇന്നത്തെ കൗൺസിലിൽ പങ്കെടുത്തില്ല. അതിന് അഴിമതിക്ക് കൂട്ടുനിന്നത് നിലനിൽക്കുന്ന ചെയർമാന്റെ ആളുകളാണോ അതോ വിട്ടുനിന്ന ആളുകളാണോ എന്നുള്ളതാണ് സംശയം. എന്തായാലും നഗരസഭയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഇന്ന് പങ്കെടുത്ത LDFന്റെയും UDFന്റെയും അംഗങ്ങൾ സമ്മതിച്ചു. ചെയർമാൻ ഉൾപ്പെടെ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്തുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് കമ്മിറ്റി ഇന്ന് കൂടിയ മുനിസിപ്പൽ കൗൺസിലറിന്റെ റിപ്പോർട്ട് കൊടുക്കുകയാണ് വിജിലൻസ് അന്വേഷിക്കുന്നതിന് വേണ്ടി. ഇത്തരത്തിലേക്ക് മോശമായ ഒരു മുനിസിപ്പൽ ഭരണസമിതി കേരളത്തിൽ ഒരിടത്തും കാണത്തില്ല. കയറിയിട്ട് 6 മാസം പോലും ആകുന്നതിന് മുമ്പ് പ്രതിദിനം 1 ലക്ഷം രൂപയോളം അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായത്. കാരണം 1 ലക്ഷം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫെസ്റ്റ് നഗരി അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഇപ്പോൾ 7000 രൂപ GSTയും വെച്ച് കൊടുക്കുമ്പോൾ 93,000 രൂപയോളം നമുക്ക് നഷ്ടമുണ്ടാകും ഒരു ദിവസം. അപ്പോൾ 30 ദിവസം ഫെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് നമുക്ക് 30 ലക്ഷത്തോളം രൂപയാണ് നമുക്കിവിടെ നഷ്ടമായിട്ടുള്ളത്. അത് നമ്മുടെ വാർഡിൽ പാവപ്പെട്ട കൗൺസിലർമാരുടെ വാർഡുകളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾ ചെയ്യുന്നതിന് ലഭിക്കുമായിരുന്ന തുകയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഫെസ്റ്റ് നടത്തിയപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്യാൻസർ രോഗികളെ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഫെസ്റ്റ് നടത്തിയ സമയത്ത് എല്ലാ വാർഡിലെയും 4-5 ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുത്തു. അതുപോലെ തന്നെ സിജാമോൻ ജോസഫ് ഫെസ്റ്റ് നടത്തിയപ്പോൾ കട്ടപ്പനയിലെ ഒരു യുവ വ്യാപാരിക്ക് ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ആ ഫെസ്റ്റിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചത്. ഈ ഫെസ്റ്റ് കുറെ കൗൺസിലർമാരുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഈ തുക ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ അറിയിക്കുന്നു. 22-ാം തീയതി ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇവിടെ എക്സിബിഷൻ നടത്താൻ വേണ്ടിയുള്ള തീരുമാനം ഏകകണ്ഠമായിട്ടെടുത്തു. ആ തീരുമാനത്തിൽ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ 35 പേരെയും ചെയർമാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ പ്രതിദിനം 1 ലക്ഷം രൂപ വരെ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ട സ്ഥാനത്താണ് 7000 രൂപയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഇതിനു വേണ്ടി സ്ഥലം വിട്ടു കൊടുക്കുന്നത്. നമ്മൾ എക്സിബിഷൻ നടത്താൻ വേണ്ടിയാണ്. മുമ്പ് നടത്തിയ പോലെ ഫെസ്റ്റാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു തടസ്സമില്ല. ഇവിടെ ഒരു ഫെസ്റ്റ് നടത്തുന്നതിനോ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ഒക്കെ
ഞങ്ങൾ നിർലോഭമായിട്ടുള്ള പിന്തുണയാണ് ഈ കൗൺസിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം ഇവിടെ ഉയർന്നിരിക്കുന്നത്. അതിനകത്തൊക്കെ ഞങ്ങളും കൂടി പങ്കാളികളാണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുപ്രവർത്തന രംഗത്തെ അങ്ങേയറ്റം ഒരു വിശുദ്ധിയും സത്യസന്ധതയും ഒക്കെ തുടർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും തന്നെ. അതുകൊണ്ടാണ് ഇത് ഇന്ന് അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ കൗൺസിലിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശുപാർശ നൽകാൻ വേണ്ടിയാണ് ഇന്നത്തെ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ടെസ്റ്റുമായി ബന്ധപ്പെട്ടിപ്പോൾ നടന്ന കൗൺസിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഒളിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ചോദിക്കുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫെസ്റ്റ് നാടിൻ്റെ ഒരു ഉത്സവ അന്തരീക്ഷമാണ് നടത്തുന്നതിനകത്ത് നമുക്ക് ആർക്കും താല്പര്യം, നമുക്കും അതിനോട് സന്തോഷമുള്ളൂ. പക്ഷേ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അഴിമതിയാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം, കട്ടപ്പന ഫെസ്റ്റ് 2026 നടത്തുന്നതിന് വേണ്ടി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഗ്രൗണ്ട് ഏപ്രിൽ മാസം 25 മുതൽ 1 മാസക്കാലത്തേക്ക് വിട്ടു നൽകണമെന്ന് ഒരു വ്യക്തി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന തീയതി 13/4/2026. ഈ 2026 ഈ വ്യക്തി ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ എക്സിബിഷൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഫെസ്റ്റാക്കി മാറ്റുന്ന ഈ നടപടിയാണ് ഞങ്ങൾ എതിർത്തത്. അതിൻ്റെ കാരണം ഈ 13-ാം തീയതിക്ക് ശേഷം 22-ാം തീയതിയാണ് കൗൺസിൽ എക്സിബിഷന് അനുമതി കൊടുക്കുന്നത്. ഈ ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഈ 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം രൂപ തന്നുകൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ അപേക്ഷ കൗൺസിലിൽ വെക്കാതെ അത് തെറ്റിദ്ധരിപ്പിച്ച് വെറും 7,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ തവണ 1 ലക്ഷം രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി ഫെസ്റ്റ് നടത്തിയത് വെറും 7,000 രൂപയായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 90,000 രൂപയുടെ നഷ്ടം. അപ്പോൾ 30 ദിവസമാകുമ്പോൾ 30 ലക്ഷത്തോളം രൂപയുടെ അഴിമതിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ചെയർമാൻ ഒളിച്ചോടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കട്ടപ്പന മുനിസിപ്പാലിറ്റി അഴിമതിയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിനാൽ അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഇടതുപക്ഷ കൗൺസിലർമാരുടെ ആവശ്യം. കട്ടപ്പന ഫെസ്റ്റുമായിട്ട് നടന്ന വിവാദം പുതിയൊരു തലത്തിലേക്ക് ഇറങ്ങിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം നടന്ന കൗൺസിലിൽ എക്സിബിഷൻ എന്ന് പറഞ്ഞ് അജണ്ട വന്നത് പിറ്റേ ദിവസം മുതലേ ഫെസ്റ്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ചെയർമാൻ സൂചിപ്പിച്ച പോലെ എവിടെയാണ് ക്രമക്കേടെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. കാരണം അത് ഭരണസമിതിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ആദ്യം ഇത് ചർച്ച വരുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്താണ് ഇതിൻ്റെ അതിൻ്റെ പാസ്സാക്കി മുനിസിപ്പാലിറ്റി കൗൺസിലിലേക്ക് വെച്ചത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വന്നതിനകത്ത് ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഇതിലുണ്ടായിരുന്നു. പക്ഷേ കൗൺസിലേക്ക് വന്നപ്പം അത് വെറും എക്സിബിഷൻ മാത്രമായി മാറി. കാർണിവലോ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അതിനകത്ത് നമ്മളെ ബോധിപ്പിച്ചിട്ടില്ല. സത്യം പറഞ്ഞ 35 ഭരണകക്ഷി ഉൾപ്പെടെ 35 കൗൺസിലേഴ്സിനെയും പറ്റിക്കുകയായിരുന്നു. അത് ആരാണ് പറ്റിച്ചത്, എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം എന്നത് അടിയന്തരമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ അടിയന്തര കൗൺസിൽ വിളിക്കാൻ പറഞ്ഞു. ഏതാണേലും ചെയർമാൻ വിജിലൻസിൻ്റെ അത് കൈമാറാൻ ധാരണയായിട്ടുണ്ട്. നമ്മൾ പറയാനുള്ളത് കട്ടപ്പനയെ സംബന്ധിച്ചും കട്ടപ്പന മുനിസിപ്പാലിറ്റി സംബന്ധിച്ചും സുതാര്യത വേണം. കാരണം ഞങ്ങൾ ആരും ടൗണിൽ ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊരു മുഖമറിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇതിനകത്ത് 100 രൂപ കൈകൊണ്ട് മേടിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. എടുത്തവരുണ്ടെങ്കിൽ അവരതിൻ്റെ വഴിക്ക് വരട്ടെ, അവർ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അതിനകത്ത് വേറെ യാതൊരുവിധ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകാതെ ചെയർമാൻ അത് കറക്റ്റ് അതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു മുഖം നോക്കാൻ നടപടി. കാരണം മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് അതൊരു വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കാരണം ഒരു എക്സിബിഷൻ എന്നൊരു പേരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അത് പിറ്റേ ദിവസം അത് വെസ്റ്റായിട്ട് മാറുക, ഇതൊക്കെ ഒരു വരുമാനങ്ങളുണ്ട്. കാരണം ഇത് കഴിഞ്ഞ വർഷം ഇവരിവിടെ നടത്തിയതാണ്. കഴിഞ്ഞ വർഷവും നടത്തിയ ഭരണസമിതിയാണ് ഈ പ്രശ്നമുള്ളത്. അവർക്കറിയാം, അന്നും മേടിച്ച വാടക അറിയായിരുന്നു. അപ്പോൾ ഒരു എക്സിബിഷൻ നടത്തി വെസ്റ്റായി മാറുമ്പം അത്രയും വാടക വേണ്ട എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ആരാണല്ലേ തീരുമാനിക്കാൻ ഇവരെ ആക്കിയത്? അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഭരണകക്ഷിപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും അതിന് ശക്തമായ നടപടിയെടുക്കണം. അതിന് സുതാര്യത വേണം. അതിനുള്ള മുനിസിപ്പാലിറ്റി ഉണ്ടായ നഷ്ടം ഈടാക്കാൻ വേണ്ടി ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാകും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഡ്രാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന.